കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 5-ൽ 5 LDFിന് സമ്മാനിച്ച ജില്ലയാണ് പത്തനംതിട്ട. 5-ൽ 5 നേടി UDFിനെ തൂത്തെറിഞ്ഞു LDF. പത്തനംതിട്ടയിലെ വിജയം LDFിനെ സംബന്ധിച്ചിടത്തോളം സാർത്ഥകമായ ഒരു വിജയമാണ്. റാന്നി ഒഴിച്ചു കഴിഞ്ഞാൽ മറ്റ് മണ്ഡലങ്ങളിലെല്ലാം നല്ല ഭൂരിപക്ഷത്തിലാണ് LDF ജയിച്ചു കയറിയത്. ഇത്തവണ പത്തനംതിട്ട ആർക്കൊപ്പം നിൽക്കും എന്ന ചോദ്യം പ്രസക്തമാണ്. പൊളിറ്റിക്സ് കേരള പത്തനംതിട്ട ജില്ലയിൽ നടത്തിയ സർവേ ഫലം പുറത്ത് വിടുകയാണ്. പത്തനംതിട്ട ജില്ലയിൽ നടത്തിയ സർവേ ഫലത്തിൽ പങ്കെടുത്തത് സാമുദായിക SNDP NSS തുടങ്ങിയ സാമുദായിക സംഘടനയിലെ നേതാക്കളും പത്രപ്രവർത്തകരും LDF UDF BJP പ്രതിനിധികളുമാണ്. ആദ്യമേ പറയട്ടെ, BJPക്ക് പത്തനംതിട്ടയിൽ ഒരൊറ്റ സീറ്റും കിട്ടില്ല. BJPയെ സംബന്ധിച്ചിടത്തോളം അയ്യപ്പൻ്റെ വിവാദമൊക്കെ ഉണ്ടെങ്കിലും BJPയെ സംബന്ധിച്ചിടത്തോളം ബാലികേറ മല തന്നെയാണ് പത്തനംതിട്ട. അയ്യപ്പൻ BJPയെ ഇത്തവണയും കരിയില്ല. എങ്കിലും പത്തനംതിട്ടയിൽ അവർക്ക് വോട്ട് ഷെയർ വർദ്ധിപ്പിക്കാൻ കഴിയും എന്നത് മാത്രം ആശ്വാസം. നമുക്ക് കോന്നി മണ്ഡലത്തിലേക്ക് പോകാം. ജനീഷ് കുമാറിൻ്റെ കോന്നി മണ്ഡലത്തെ സംബന്ധിച്ചിടത്തോളം ജനീഷ് കുമാർ തന്നെയാണ് ഇത്തവണയും CPMൻ്റെ സ്ഥാനാർത്ഥി. ജനീഷ് കുമാറിന് കോന്നിയിൽ ശക്തമായ അടിത്തറ ഉണ്ടാക്കാൻ കഴിഞ്ഞു. 2 പ്രാവശ്യമാണ് ജനീഷ് കുമാർ കോന്നിയിൽ നിന്ന് ജയിച്ചത്. ഇത്തവണയും ജനീഷ് കുമാർ കോന്നിയിൽ നിന്ന് ജയിക്കും എന്ന് തന്നെയാണ് കോന്നിയിലെ സർവേ ഫലം വ്യക്തമാക്കുന്നത്. അവിടെ ഒരു ചെറിയ തിരുത്തുകൂടി ഉണ്ട്. അടൂർ പ്രകാശ്, UDF കൺവീനറായ അടൂർ പ്രകാശ് MP സ്ഥാനം ഉപേക്ഷിച്ച് മത്സരിക്കാൻ എത്തിക്കഴിഞ്ഞാൽ കോന്നിയിൽ മത്സരം പ്രവചനാതീതമായി മാറും. അടൂർ പ്രകാശ് കേരളത്തിലെ നിയമസഭയിൽ നിന്ന് മത്സരിക്കും എന്ന സൂചന ശക്തമാണ്. അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഒരു സ്ട്രൈറ്റ് ഫൈറ്റ് തന്നെ കോന്നിയിൽ നടക്കും. ഇലക്ഷൻ എഞ്ചിനീയറിംഗിൽ വിദഗ്ധനാണ് അടൂർ പ്രകാശ്. കോന്നി അടൂർ പ്രകാശിൻ്റെ തട്ടകം കൂടിയാണ്. അങ്ങനെ അടൂർ പ്രകാശ് കോന്നിയിലേക്ക് വന്നു കഴിഞ്ഞാൽ മത്സരം പ്രവചനാതീതമായി മാറും. ജനീഷ് കുമാർ കോന്നിയിൽ ശക്തനായ സ്ഥാനാർത്ഥി തന്നെയാണ്. തിരുവനന്തപുരത്ത് വട്ടിയൂർക്കാവിൽ VK പ്രശാന്ത് എങ്ങനെയാണോ ജനകീയനായി മാറിയത്, അതുപോലെയാണ് ജനീഷ് കുമാറും ജനകീയനായി മാറിയിരിക്കുന്നത്. ഈ സാഹചര്യം ശ്രദ്ധേയമാണ്. അടൂർ പ്രകാശ് കോന്നിയിലേക്ക് എത്തിക്കഴിഞ്ഞാൽ മത്സരം പ്രവചനാതീതമാണ്. കോന്നി ആർക്കൊപ്പം നിൽക്കുമെന്ന് പറയാൻ പറ്റില്ല. അടൂർ പ്രകാശ് അല്ല, വേറെ ഏത് കോൺഗ്രസ് സ്ഥാനാർത്ഥി നിന്നാലും ജനീഷ് കുമാർ ഈസിയായി വിജയിച്ചു കയറും. അടുത്തത് റാന്നിയാണ്. റാന്നി ഒരു കാലത്ത് ഇപ്പോഴത്തെ പത്തനംതിട്ട ജില്ലാ സെക്രട്ടറി രാജു എബ്രഹാമിൻ്റെ തട്ടകമായിരുന്നു. റാന്നിയിൽ രാജു എബ്രഹാം സ്ഥിരമായി ജയിച്ചു പോകുന്നു. കഴിഞ്ഞ തവണ രാജു എബ്രഹാമിന് സീറ്റ് ലഭിച്ചില്ല. റാന്നി സീറ്റ് കേരള കോൺഗ്രസ് എമ്മിനാണ് പോയത്. എങ്കിലും അവിടെ നിസാര വോട്ടിന് കേരള കോൺഗ്രസ് എം ജയിച്ചു കയറി. പ്രമോദ് നാരായണനാണ് റാന്നിയിലെ MLA. റിങ്കു ചെറിയാനാണ് കഴിഞ്ഞ തവണ പ്രമോദ് നാരായണനോട് തോറ്റത്. ഇത്തവണയും പ്രമോദ് നാരായണൻ തന്നെയാണ് സ്ഥാനാർത്ഥി. പക്ഷേ റിങ്കു ചെറിയാൻ തോറ്റിട്ടും വളരെ ശക്തമായ ഒരു പ്രവർത്തനമാണ് റാന്നിയിൽ നടത്തുന്നത്. റിങ്കു ചെറിയാൻ ഇത്തവണ പ്രമോദ് നാരായണനെ തോൽപ്പിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതാണ് റാന്നി നിയമസഭാ മണ്ഡലത്തിൻ്റെ പ്രത്യേകത. റിങ്കു ചെറിയാൻ വളരെ സജീവമായി തന്നെ നിൽക്കുന്നുണ്ട് റാന്നി. ഇനി ആറന്മുളയാണ്. ആരോഗ്യമന്ത്രി വീണ ജോർജിൻ്റെ ആറന്മുളയെ സംബന്ധിച്ചിടത്തോളം വീണ ജോർജിന് ശക്തമായ സഭയുടെ സപ്പോർട്ടുണ്ട്. ഇത്തവണ വീണ ജോർജ് നിന്ന് കഴിയുമ്പോൾ സഭയുടെ സപ്പോർട്ട് എങ്ങനെ പോകും എന്നതാണ് ആശങ്കപ്പെടുത്തുന്നത്. കാരണം അവിടെ ആറന്മുളയിൽ അബിൻ വർക്കിയോ അച്ചു ഉമ്മനോ ആകും സ്ഥാനാർത്ഥി.
അച്ചു ഉമ്മൻ രാഷ്ട്രീയത്തിലേക്ക് വരാനുള്ള സാധ്യത തള്ളിക്കളയുന്നില്ല കോൺഗ്രസ്. അച്ചു ഉമ്മൻ വന്നു കഴിഞ്ഞാൽ വീണ ജോർജിന് ആറന്മുളയിൽ രക്ഷപ്പെടാൻ പ്രയാസമായിരിക്കും. മാത്രമല്ല, അബിൻ വർക്കി ശക്തമായ സഭയുടെ ശക്തമായ പിന്തുണയുള്ള നേതാവാണ്. അബിൻ വർക്കി മത്സരിച്ചാലും വീണ ജോർജിന് അവിടെ നിന്ന് രക്ഷപ്പെടാൻ ബുദ്ധിമുട്ടാണ് ആറന്മുളയിൽ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ. ആറന്മുളയിലെ CPM പ്രവർത്തകർക്കിടയിൽ, CPM ഏരിയ തലത്തിലുള്ള നേതാക്കൾക്കിടയിൽ വീണ ജോർജിനെതിരെ ഒരു അനിഷ്ടം നിലനിൽക്കുന്നുണ്ട്. വീണ ജോർജ് വിളിച്ചാൽ ഫോൺ എടുക്കില്ല, വീണ ജോർജ് പാർട്ടിയുടെ അനുമതി കൂടാതെ പ്രവർത്തിക്കുന്നു തുടങ്ങിയ ആരോപണങ്ങൾ അവർക്ക് എതിരെ ഉണ്ട്. അതുകൊണ്ട് തന്നെ ആറന്മുള വലിയൊരു പ്രതിസന്ധി സൃഷ്ടിക്കുന്ന CPM-നെ സംബന്ധിച്ചിടത്തോളം വളരെ ശ്രദ്ധിക്കേണ്ട ഒരു മണ്ഡലം തന്നെയാണ്. വീണ ജോർജിനെ മൂന്നാമതൊരു തവണ നിർത്താൻ CPM തീരുമാനിച്ചിട്ടുമുണ്ട്. ഈ സാഹചര്യത്തിൽ അച്ചു ഉമ്മനോ അബിൻ വർക്കിയോ വന്നു കഴിഞ്ഞാൽ ആറന്മുളയിലെ മത്സരം പ്രവചനാതീതമായി മാറും. അച്ചു ഉമ്മനോ അബിൻ വർക്കിയോ അല്ലാതെ മറ്റൊരു സ്ഥാനാർത്ഥിയാണ് അവിടെ വരുന്നതെങ്കിൽ വീണ ജോർജ് വീണ്ടും ജയിക്കാനുള്ള സാധ്യതയും ഉണ്ട്. ഇനി അടൂരാണ്. അടൂർ ചിറ്റയം ഗോപകുമാറാണ് അടൂരിലെ ഇപ്പോഴത്തെ MLA. വരുന്ന തെരഞ്ഞെടുപ്പിലും ചിറ്റയം തന്നെ, ഡെപ്യൂട്ടി സ്പീക്കർ കൂടിയായ ചിറ്റയം തന്നെ അവിടെ വിജയിക്കും. അങ്ങനെ വന്നു കഴിഞ്ഞാൽ വരുന്ന തെരഞ്ഞെടുപ്പിൽ കൊടിക്കുന്നിൽ സുരേഷ് അടൂരിൽ മത്സരിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അടൂരിൽ കൊടിക്കുന്നിൽ സുരേഷ് മത്സരിച്ചു കഴിഞ്ഞാൽ മത്സരം പ്രവചനാതീതമായി മാറും. വേറെ ആര് മത്സരിച്ചാലും അടൂരിൽ CPI വിജയം നേടും എന്നുള്ളത് ഉറപ്പാണ്. അപ്പോൾ കോന്നി അടൂർ ഈ 2 സീറ്റുകൾ LDF നേടുമ്പോൾ റാന്നി ആറന്മുള 2 സീറ്റുകൾ UDF നേടും. ഇനി വരുന്നത് തിരുവല്ലയാണ്. തിരുവല്ല ജനതാദളിന് നൽകിയിരിക്കുന്ന സീറ്റാണ്. മാത്യൂസ് T. തോമസ് അവിടെ നിന്ന് കഴിഞ്ഞ തവണ നല്ല ഭൂരിപക്ഷത്തിൽ വിജയിച്ചു. തിരുവല്ല കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം കൈവിട്ട ഒരു മണ്ഡലമാണ്. കാരണം ഇത്തവണ ഈ മാത്യൂസ് T. തോമസ് തന്നെയാകും അവിടെ സ്ഥാനാർത്ഥി. PJ കുര്യൻ തിരുവല്ലയിൽ നിന്ന് മത്സരിക്കാൻ സാധ്യത കാണുന്നുണ്ട്. അങ്ങനെ വന്നു കഴിഞ്ഞാൽ തിരുവല്ലയിൽ ഒരു ഫൈറ്റ് നടക്കും എന്നല്ലാതെ മാത്യൂസ് T. തോമസിനെ ഇത്തവണയും തോൽപ്പിക്കാൻ പാടാണ്. കാരണം മാത്യൂസ് T. തോമസ് ജനകീയനായ MLA ആണ്. അദ്ദേഹത്തിന് നല്ല പിന്തുണ സഭ നൽകുന്നുമുണ്ട്. ഈ സാഹചര്യത്തിൽ തിരുവല്ല UDF-നെ സംബന്ധിച്ചിടത്തോളം നോക്കേണ്ട കാര്യമില്ല, അവിടെ മാത്യു T. തോമസ് വിജയിക്കും. 3 മണ്ഡലങ്ങളിൽ LDF-ഉം 2 മണ്ഡലങ്ങളിൽ UDF-നും സാധ്യതയുണ്ട്. LDF വിജയിക്കുന്ന മണ്ഡലങ്ങൾ കോന്നി, അടൂർ, തിരുവല്ല. UDF-ന് വിജയിക്കാൻ സാധ്യതയുള്ള മണ്ഡലങ്ങൾ റാന്നി, ആറന്മുള. ഈ 2 മണ്ഡലങ്ങളാണ് UDF-ന് വിജയിക്കാൻ സാധ്യതയുള്ള മണ്ഡലങ്ങൾ. അതും ഈ കോന്നിയിൽ അടൂർ പ്രകാശ് അടക്കം ഉള്ള ശക്തനായ ഒരു സ്ഥാനാർത്ഥിയാണ് വരുന്നതെങ്കിൽ അവിടുത്തെ മത്സരം പ്രവചനാതീതമായി മാറുകയും ചെയ്യും. അതുപോലെ തന്നെ അടൂരിൽ കൊടിക്കുന്നിൽ സുരേഷ് മത്സരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായാൽ അവിടെയും ഒരു ടൈറ്റ് ഫൈറ്റ് നടക്കും എന്നത് ഉറപ്പാണ്.